ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 2-ാമത്തെ പാഠം അദ്ദർസുസ്സാനി മാഉൻ ത്വഹൂർ. അതിൻ്റെ അർത്ഥം ത്വഹൂറായ വെള്ളം. നമുക്ക് പാഠം വായിക്കാം. ഇവിടെ വരൂ, ഉപ്പ വിളിച്ചു. അസ്മാ മോളും സഹോദരനും ബീച്ചിൽ കളിക്കുകയായിരുന്നു. അസറിൻ്റെ അദാൻ മുഴങ്ങി. നമുക്ക് വുളു ചെയ്ത് നിസ്കരിക്കാം. രണ്ടുപേരെയും കൂട്ടി ഉപ്പ കടൽ തീരത്തേക്ക് നടന്നു. കടൽ വെള്ളം ഉപയോഗിച്ച് വുളു ചെയ്താൽ ശരിയാകുമോ? അത് ഉപ്പുവെള്ളമല്ലേ? അസ്മ ചോദിച്ചു. അതെ, ശരിയാകും. കടൽ വെള്ളം, കിണറിലെ വെള്ളം, പുഴയിലെ വെള്ളം, കുളത്തിലെ വെള്ളം തുടങ്ങിയവ തഹൂറാണ്, ഉപ്പ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം. അസ്മാ മോളും സഹോദരനും ബീച്ചിൽ കളിക്കുമായിരുന്നു. ബാങ്ക് മുഴങ്ങി അവർ കടൽ വെള്ളത്തിൽ നിന്ന് ഒളു എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ കടൽ വെള്ളം ഒളു എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കടൽ വെള്ളം ഒളു എടുക്കാൻ പറ്റും. കടൽ വെള്ളം മാത്രമല്ല, കിണറിലെ വെള്ളം, പുഴയിലെ വെള്ളം, കുളത്തിലെ വെള്ളം ഇതൊക്കെ തഹൂറായ വെള്ളങ്ങളാണ്. ഇനി വേറെ ഏതൊക്കെയാണ് തഹൂറായ വെള്ളങ്ങൾ? മഴവെള്ളം, തോട്ടിലെ വെള്ളം, ഈ വെള്ളം കൊണ്ടൊക്കെ നമുക്ക് ഒളു എടുക്കാം. തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ള വെള്ളമാണ്. ആ വെള്ളം ശുദ്ധിയുള്ളതായിരിക്കും. മറ്റൊരു സാധനത്തിന് അതുകൊണ്ട് ശുദ്ധീകരിക്കാനും നമുക്ക് കഴിയും. അങ്ങനത്തെ വെള്ളമാണ് തഹൂറായ വെള്ളം. ഈ വെള്ളം കൊണ്ട് മാത്രമാണ് ഒളു എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. നാരങ്ങ വെള്ളം, ഇളനീര് എന്നിവ ഉപയോഗിച്ച് വുളു ചെയ്യാൻ പറ്റുമോ? ഉവൈസ് ചോദിച്ചു. അവ തഹൂറായ വെള്ളമല്ല, ത്വാഹിറായ വെള്ളമാണ്. വെള്ളം തഹൂറായിരിക്കാൻ വുളുവിൻ്റെ ഷർത്താണ്. അപ്പോൾ ഉവൈസ് ചോദിക്കുകയാണ്, നാരങ്ങ വെള്ളം, ഇളനീരൊക്കെ പോലത്തെ വെള്ളം കൊണ്ടും ജ്യൂസ് കൊണ്ട് അങ്ങനത്തെ കൊണ്ടൊക്കെ ഒളു എടുക്കാൻ പറ്റുമോ? ഇല്ല, അത് ശുദ്ധിയുള്ളതല്ലേ? അതെ, അത് ശുദ്ധിയുള്ളതാണ്. പക്ഷേ നാരങ്ങ വെള്ളം കൊണ്ടും മുന്തിരി ജ്യൂസ് കൊണ്ടൊന്നും ഒളു എടുക്കാൻ പറ്റില്ല. അത് ത്വാഹിറായ വെള്ളമാണ്. ആ വെള്ളത്തിന് ശുദ്ധിയുണ്ട്, പക്ഷേ അതുകൊണ്ട് നമുക്ക് മറ്റൊന്നിനും ശുദ്ധീകരിക്കാൻ കഴിയില്ല. വെള്ളം തഹൂറായിരിക്കൽ വുളുവിൻ്റെ ഷർത്താണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു, വുളുവിന് ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും ഉണ്ട് എന്ന് പഠിച്ചു. വെള്ളം തഹൂറായിരിക്കൽ വുളുവിൻ്റെ ഷർത്താണ്. ഇനി നമുക്ക് ബാക്കി വായിക്കാം. മുസല്ല വിരിച്ച് അവർ ജമാഅത്തായി നിസ്കരിച്ചു. വുളുവിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്? വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉപ്പ ചോദിച്ചു. വുളുവിൻ്റെ ഷർത്തുകൾ 5 അസ്മാ പറഞ്ഞു. അപ്പോൾ അവർ മുസല്ല വിരിച്ച് നിസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങി പോരുകയാണ്. ബീച്ചിൽ നിന്ന് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഉപ്പ ചോദിക്കുകയാണ് വുളുവിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണെന്ന്. വുളുവിൻ്റെ ഷർത്തുകൾ എത്ര എണ്ണമാണെന്ന്. അപ്പോൾ 5. നമുക്ക് ബാക്കി വായിക്കാം. 1. തഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. വുളു എടുക്കുന്നത് തഹൂറായ വെള്ളം, നമ്മൾ പഠിച്ചില്ലേ, കിണറിലെ വെള്ളം, കടൽ വെള്ളം, പുഴയിലെ വെള്ളം, അങ്ങനത്തെ വെള്ളം കൊണ്ട് മാത്രമാണ് വുളു എടുക്കാൻ പാടുള്ളൂ. 2. കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക. വുളുവിൽ കഴുകുന്ന അവയവങ്ങളുണ്ട്. മുൻകൈ 2 കഴുകൽ, മുഖം കഴുകൽ, കൈ 2 മുട്ടോടുകൂടി കഴുകൽ, കാൽ 2 ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ. ഈ അവയവങ്ങളിലൊക്കെ വെള്ളം ഒലിക്കുക. 3. വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്ന സോപ്പ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. വെള്ളം വുളു എടുക്കുന്ന സമയത്ത് ശരീരത്തിൽ സോപ്പ്, അതുപോലത്തെ സാധനങ്ങൾ, മഷി, ഉജാലൊന്നും 4. വെള്ളം ചേരുന്നത് തടയുന്ന പെയിൻറ്റ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. പെയിൻറ്റ് അതുപോലെയുള്ള സാധനങ്ങൾ വെള്ളം കൊണ്ട് വുളു എടുക്കുന്ന സമയത്ത് അത് വെള്ളം തട്ടില്ല, ആ ഭാഗത്ത് വെള്ളം തട്ടില്ല. അങ്ങനത്തെ സാധനങ്ങളൊന്നും ശരീരത്തിൽ വുളുവിൻ്റെ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5.
നിലക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയമാവുക. ആ രോഗമുള്ളവർക്ക്, മൂത്രം പോകുന്ന ആ രോഗമുള്ളവർക്ക്, നിലക്കാതെ പോകുന്ന ആ രോഗമുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയമാവുക. സമയമായ ശേഷം അവർ ഒളു എടുത്താൽ മതി. നഖത്തിനടിയിൽ ചെളിയുണ്ടായാൽ വെള്ളം ചേരുമോ? ഉപ്പ ചോദിച്ചു. ഇല്ല, ഉവൈസ് പറഞ്ഞു. അതായത് നമ്മുടെ നഖത്തിനടിയിലൊന്നും ചളി ഉണ്ടാവാൻ പാടില്ല. നഖമൊക്കെ കൃത്യമായിട്ട് വെട്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് നടക്കണം. എന്നാലാണ് നഖത്തിനടിയിൽ ചളി ഇല്ലാതിരിക്കുള്ളൂ. അവർ വീട്ടിലെത്തി. അൽഹംദുലില്ലാ, ഉപ്പ പറഞ്ഞു. വീട്ടിലെത്തി ഉപ്പ പറഞ്ഞു അൽഹംദുലില്ലാ. വ അൻസൽനാ മിനസ്സമാഇ മാഅൻ ത്വഹൂറാ, ആകാശത്തു നിന്ന് തഹൂറായ വെള്ളം നാം ഇറക്കിയിരിക്കുന്നു. അല്ലാഹു തആല പറയാണ്, ആകാശത്ത് നിന്ന് തഹൂറായ വെള്ളം നാം ഇറക്കിയിരിക്കുന്നു. നമുക്ക് മഴയായിട്ട് അള്ളാഹുവിൻ്റെ തഹൂറായ വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പാഠത്തിലുള്ള വുളൂഇൻ്റെ ഷർത്തുകൾ 5 നന്നായി മനസ്സിലാക്കി പഠിക്കുക. തഹൂറായ വെള്ളം, ത്വാഹിറായ വെള്ളം, ഇത് രണ്ടും മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. 1. നുജിബ്, ഉത്തരം എഴുതുക. 1. വുളു ചെയ്യാൻ ഏതു വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്? ഉത്തരം ത്വഹൂറായ വെള്ളം. 2. വുളൂഇൻ്റെ ഷർത്തുകൾ എത്ര? ഉത്തരം 5. 3. വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്ന 3 വസ്തുക്കളുടെ പേരെഴുതുക. മഷി, സോപ്പ്, ഉജാല. 4. സമയമായതിനു ശേഷമേ വുളു ചെയ്യാവൂ. ആര്? അതിൻ്റെ ഉത്തരം നിലക്കാത്ത മൂത്രസ്രാവം പോലുള്ള രോഗമുള്ളവർ. 5. വെള്ളം ചേരുന്നത് തടയുന്ന 3 വസ്തുക്കളുടെ പേരെഴുതുക. പെയിൻറ്, ടാറ്, പശ. 2. നക്തുബു മാനി, അർത്ഥം എഴുതുക. അതിൽ ഒന്നാമത്തെ മാഉൻ ത്വഹൂറുൻ, ത്വഹൂറായ വെള്ളം, ശുദ്ധമായ വെള്ളം. 2. വ അൻസൽനാ മിനസ്സമാഇ മാഅൻ ത്വഹൂറാ, അതിൻ്റെ അർത്ഥം ആ കോളത്തിൽ തന്നിട്ടുണ്ട്. ആകാശത്തു നിന്ന് തഹൂറായ വെള്ളം നാം ഇറക്കിയിരിക്കുന്നു. അല്ലാഹു തആല പറയണത്. 3. നക്തശിഫ്, അതിൽ ഒന്നാമത്തെ തഹൂറായ വെള്ളത്തിന് പാഠത്തിൽ കൊടുത്ത ഉദാഹരണം കണ്ടെത്തുക. പുതിയ 2 എഴുതുക. പാഠത്തിൽ കൊടുത്തത് കടൽ വെള്ളം, കിണറിലെ വെള്ളം, പുഴയിലെ വെള്ളം, കുളത്തിലെ വെള്ളം, ഈ 4 പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോട്ടിലെ വെള്ളം, മഴവെള്ളം, ഇങ്ങനെ 2 എഴുതാം. അടുത്തത് 2ാമത്തെ ക്വസ്റ്റ്യൻ. ത്വാഹിറായ വെള്ളത്തിന് പാഠത്തിൽ കൊടുത്ത ഉദാഹരണം കണ്ടെത്തുക. പുതിയ 2 എഴുതുക. ത്വാഹിറായ വെള്ളം, നാരങ്ങ വെള്ളം, ഇളനീർ വെള്ളം പാഠത്തിൽ തന്നിട്ടുണ്ട്. ഇനി പുതിയത് 2 എഴുതാം. മുന്തിരി ജ്യൂസ്, ചായ, അതുപോലുള്ളതൊക്കെ. 3. വുളൂഇൻ്റെ 5 ഷർത്തുകൾ എഴുതുക. നമ്മളെ പാഠത്തിൽ തന്നിട്ടുണ്ട് 5 ഷർത്തുകൾ തന്നിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് അവിടേക്ക് എഴുതിയെടുക്കുക. 1. തഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. 2. കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക. 3. വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്ന സോപ്പ് പോലെയുള്ളത് അവയവങ്ങളില്ലാതിരിക്കുക. 4. വെള്ളം ചേരുന്നതിന് തടയുന്ന പെയിൻറ് പോലെയുള്ളത് അവയവങ്ങളില്ലാതിരിക്കുക. 5. നിലക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയമാവുക. ഈ പാഠം നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഈ പാഠം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.